हाँ हंसी बन गए, हाँ नमी बन गए, तुम मेरे आसमां मेरी ज़मीं बन गए। हाँ हंसी बन गए, हाँ नमी बन गए, तुम मेरे आसमां मेरी ज़मीं बन गए। हाँ हम बदलने लगे, गिरने संभलने लगे, जब से है जाना तुम्हें तेरी ओर चलने लगे। हाँ हम बदलने लगे, गिरने संभलने लगे, जब से है जाना तुम्हें तेरी ओर चलने लगे। हर सफर हर जगह हर कहीं बन गए, मानते थे खुदा और हाँ वहीं बन गए। हाँ हंसी बन गए, हाँ नमी बन गए, तुम मेरे आसमां मेरी ज़मीं बन गए। पहचानते ही नहीं अब लोग तन्हा मुझे, मेरी निगाहों में भी है ढूंढते वो तुझे। पहचानते ही नहीं अब लोग। നാളെ അല്ല ഇന്ന് തേടെ അപ്പ ദാണ്ട് ഇവിടെ എത്താറായി. അതെനിക്കറിയില്ല. അപ്പൊക്കെ നമ്മുടെ അടുത്തും ഒരുമിച്ച് സംസാരിക്കണമെന്നാ പറഞ്ഞ. ദാണ്ട വന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ പറയാൻ വന്ന കാര്യം ജങ്കുക്ക്, ഇപ്പൊ എനിക്ക് തോന്നുന്നു 12 കോടി ഇച്ചിരി കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പിന്നെ എത്ര വേണമായിരുന്നു സാറിന്? എനിക്ക് ഒരു കോടി കൂടി കിട്ടുമോ? വിത്ത് സാധനം എന്നോട് തർക്കിക്കുന്നു. ജങ്കുക്കിന്റെ ഒരു ഗതികേട്, വേസ്റ്റിനെ പോലത്തെ നിന്നെ. അയ്യയ്യേ, ചിലപ്പോ ഈ വേസ്റ്റിനെ കൊണ്ട് ജങ്കുക്കിനൊരു വാച്ച് യുവർ മൗത്ത്. ഇനി എന്റെ ഭാര്യനെ കുറിച്ച് അനാവശ്യമായിട്ടൊരു വാക്ക് സംസാരിച്ച തല ഉണ്ടാവില്ല. എന്ത് തടയന്നെ? കൊള്ളാലോ ജങ്കുക്ക്, നീ എന്റെ മുതല് മേടിച്ചിട്ട് എല്ലാം രാത്രി ഉപയോഗിക്കാനും. എന്തടി നിനക്കും അവൻ പൈസ തരാൻ തുടങ്ങിയോ? എന്ത് പൈസ? ഞാൻ പറഞ്ഞു എന്റെ ഭാര്യനെ കുറിച്ച് വാക്ക് പറയരുതെന്ന്. യു ഡിസേർവ് ഇറ്റ്. അവളുടെ അച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴും നിങ്ങളെ ഇങ്ങനെ ഇറങ്ങിപ്പോവും ഇവിടുന്ന്. ഇനി എന്റെ ഭാര്യനെ കുറിച്ചൊരു വാക്കോ അല്ലെങ്കിൽ എന്റെ ഭാര്യന്റെ കാര്യത്തിൽ ഇനി ഇടപെടാനോ 1 കോടി രൂപ വേണ്ടത്. 1 കോടിയുടെ ചെക്ക്. ഇനി എന്റെയോ എന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ കിട്ടേണ്ട പൈസ കിട്ടിയ പിന്നെ എനിക്കൊന്നും ഇവിടെ. പിന്നെ ഒരു കാര്യം, ഇനി ഈ വീടും ഇവളെയും എന്നെയുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഇല്ല. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു, പൈസ കൊടുത്തോ സ്നേഹം കാണിച്ചോ, അത് താങ്കൾ അറിയേണ്ട ആവശ്യമില്ല. ഇവൾ എന്റെയാണോ അവൾ എന്റെ മാത്രമാ. ഇവൾ എന്റെ ആണെങ്കിൽ
ഇവളെ കുറിച്ചൊരു ചീത്ത വാക്ക് ആരുടെയും വായെന്ന് വന്നാൽ വാങ്ങിച്ച മുതല് എനിക്കറിയാം. ഞാൻ അവളെ സ്നേഹിച്ചു തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിരുന്നതാ. കല്യാണ ആലോചന കൊണ്ടുവന്നപ്പോ നിങ്ങളല്ലേ പൈസ ചോദിച്ചത്. പൈസ ഞാൻ അങ്ങോട്ട് തന്നെ മേടിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്കറിയാം, ദൈവത്തിനും അറിയാം എനിക്ക് അവളെ എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. താൻ ഒരുപാട് സംസാരിക്കണ്ട. ഇനി ഒരിക്കലും താങ്കൾ ഇവളുടെ അച്ഛനല്ല. പറഞ്ഞു കേട്ടല്ലോ. ആയിക്കോട്ടെ. അങ്ങനെ തേയുടെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. തേയാ, അച്ഛൻ പെണ്ണ് വെറുതെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് കണ്ടില്ലേ? എന്നെ ആർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു ഒന്നും എന്റെ അടുത്തില്ല ജങ്കുക്ക്. വെറുതെ ജങ്കുക്കിനെ സ്നേഹിക്കുന്നേ. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്തിനാ ജങ്കുക്ക് പൈസ കൊടുത്ത്? പെട്ടെന്ന് ജങ്കുക്ക് തേയുടെ വേസ്റ്റിൽ പിടിച്ച് അവളെ അവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, തേയാ, ഐ ആം റിപ്പീറ്റിംഗ് മൈ വേർഡ്സ്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ? ഒരുപാട്. ഇങ്ങനെയും ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാം എനിക്കിപ്പോ മനസ്സിലായി തേയാ. ഒരു കാര്യം ഉറപ്പാ, എനിക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. 100% ഷുവർ. താൻ ഇനി എന്നെ വിട്ടു പോയാലും ഞാൻ തന്നെ വിടില്ലടോ. തൻ്റെ പിറകെ വരും, ഒരു വാലാട്ടി പട്ടീനെ കൂട്ട് തന്നെ. പെട്ടെന്ന് തേയ പൊട്ടിക്കരയാൻ തുടങ്ങുന്നു. തേയാ, എനിക്ക് മനോഹരമായ കണ്ണുകളിൽ എനിക്ക് കാണണ്ട കണ്ണീരൊന്നും. എനിക്ക് എന്നോടുള്ള സ്നേഹം മാത്രം കാണിച്ചു തേയാ. എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് എന്നെ ഒന്ന് ബോധിപ്പിച്ചു തേയാ. എനിക്കറിയാം തേയാ, തേയ്ക്കൊന്നും അറിയില്ലെന്നും തേയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നും അത് തേയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്നും ഒക്കെ എനിക്കറിയാം. തേയ്ക്ക് ചിലപ്പോൾ ഇപ്പം എന്നോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. ബട്ട് തേയ്ക്കൊരു ദിവസം ഉണ്ടാവും. ഞാൻ ആ ദിവസം വരെ വെയിറ്റ് ചെയ്യും. തേയാ, തേയാ, നമുക്ക് ഇന്ന് എൻ്റെ കൂടെ പുറത്തു വരികയാണെങ്കിൽ തേക്ക് ഞാനൊരു വലിയ സംഭവം കാണിച്ചു തരാം. അയ്യടി അമ്പടി കള്ളി, നിന്റെ കുസൃതി ഇച്ചിരി കൂടിയുണ്ട് കേട്ടോ. നീ എളുപ്പം ഇറങ്ങി വരുവാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ പോവാം. അയ്യടാ തമാശ, എളുപ്പം ഇങ്ങോട്ട് ഒരുങ്ങിയോ? ഇടം വരെ പോവാം. പെട്ടെന്ന് ജങ്കുക്ക് തേയെ ബാക്ക് ഹഗ് ചെയ്തിട്ട് പറയുന്നു, അത് എനിക്ക് ഇവിടെ വെച്ചൊരു കാര്യം അറിയണം, ഒരു കാര്യം വേണം, ആ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. It's been 1 year. 1 വർഷമായി നമ്മൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട്. ഇനി പറ, ഈ 1 ഇയറിൽ എപ്പോഴെങ്കിലും എന്നോട് സ്നേഹം തോന്നിയോ? ഓർ സ്റ്റിൽ ടൈം വേണോ? അറിയണം. പെട്ടെന്ന് തേ തിരിഞ്ഞു നിന്നിട്ട് അവളുടെ കൈകൾ ജങ്കുക്കിന്റെ കഴുത്തിലൂടെ ചുറ്റി വെച്ചിട്ട് പറഞ്ഞു,
അതേസമയം നമ്മുടെ ജങ്കുക്കിന്റെ കൈകൾ തേയുടെ വേസ്റ്റിലും വെച്ചു. എന്നിട്ട് തേ പറഞ്ഞു, ഇവിടെ ആർക്കോ എനിക്ക് അയാളെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അറിയാനാന്ന് തോന്നുന്നു. അതേടി കാന്താരി, എനിക്ക് അത് തന്നെയാ അറിയേണ്ടത്. പറ, നീ ഈ ഒരു വർഷം മൊത്തം നീ നല്ല ജിൽ ജിൽ എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് നിന്നല്ലോ. പറ, ഇനിയെങ്കിലും പറ, എന്നെ ഇഷ്ടമാണോ അല്ലയോ? ഒരു വർഷമൊക്കെ ഞാൻ കാത്തിരുന്നില്ല, ഇനി പറ. ഓ, എന്താ ഒരു വർഷം കാത്തിരുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഇനിയും കാത്തൊക്കെ ഇരിക്കാം. പക്ഷേ സുപ്രഭാതത്തിലെങ്ങാണം ഞാൻ അനാവശ്യം പറയട്ടോ. അതല്ലേ അറിയണ്ടേ, ഞാൻ പറയാം. I love you. ശരിക്കും ഇഷ്ടമാണോ? ശരിക്കല്ല, ഒരുപാട് ഇഷ്ടം. ശരിക്കും? എന്നാ എനിക്കിപ്പോ ഒരു സംഭവം എന്താ, എന്തോന്ന്? എനിക്കൊരു ഹിക്കീസ്. അയ്യയ്യേ. എന്ത്? എനിക്ക് ഹിക്കീസ് എങ്ങനെയാണെന്നൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ട്. ഒന്ന് താടി. അയ്യേ, ഒന്ന് ഫോട്ടോ എടുക്കാം. തരത്തില്ല. എന്തേ, അത്രയ്ക്ക് വേണോ? ഈ സ്ട്രോബെറി ചുണ്ടുകളുടെ കരുത്തിലൂടെ ഒന്ന് ഫീൽ ചെയ്യണമല്ലോ. ഓഹോ, നിർബന്ധ? വളരെയധികം നിർബന്ധ. ഞാൻ നോക്കട്ടെ എന്നെ ഇഷ്ടമാണോന്ന്. ശരി, കണ്ണടയ്ക്ക്. അങ്ങനെ തേയ ജങ്കുക്കിന് ഒരു ഹിക്കീസ് കൊടുക്കുന്നു. അയ്യടാ, ജങ്കുക്കേ, എന്ത് പറ്റി? Thea, why are you so cute? എന്താ ക്യൂട്ടായിക്കൂടെ? ഇങ്ങനെ ക്യൂട്ടാവുന്ന എന്തിനാ? Mr. Jungkook, can I ask you something right now? Can you make me yours? Why, Majesty? Do you wanna be mine? I wanna be yours and I wanna know how it feels when I be yours. Don't worry, Majesty. Tonight gonna be a memorable night. Okay. പേക്കുട്ടി, അയ്യേ, cringe. only for you. Thea. ഇങ്ങനെ whisper ചെയ്യാതെ. അയിനിപ്പാ, what is the specialty of this place? അവളുടെ അമ്മൂമ്മയുടെ ഇംഗ്ലീഷ് മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. എന്താണ് ഈ സ്ഥലത്ത് ഇത്ര പ്രത്യേകത? ഇനി പറയൂ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും ഫസ്റ്റ് കിസ് അടിച്ച സ്ഥലം. അയ്യേ, അതിന്റെ ഫസ്റ്റ് കിസ് എന്നാലും കിച്ചണിൽ വെച്ച് പോയി. ഈ കിസെങ്കിലും ഫസ്റ്റ് ഇവിടെ വെച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ വന്നത്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലവാണ് നീ. എന്താ ഒരു കിസ് അടിച്ചിട്ട് പോവാ. എന്തേ അയ്യൊരു കള്ളി.
day. Oh, it's so fucking hot. Oh shit.